ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും നിക്ഷേപം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമ്മുടെ ഒരു കുഞ്ഞ് ജനിച്ച ആ ഒരു ഘട്ടം മുതൽ തന്നെ നിക്ഷേപം നടത്താൻ തുടങ്ങുക എന്നുള്ളതൊരു നല്ല ശീലമാണ്. എനിക്ക് തോന്നുന്നു പൊതുവേ ആളുകൾക്കിടയിൽ ഇല്ലാത്തൊരു ശീലമാണിത്. അങ്ങനെ ചെയ്യുന്ന ആളുകളുമുണ്ട്, ചെയ്യാത്ത ആളുകളുമുണ്ട്. ഇപ്പോൾ അമേരിക്കയിൽ പുതിയൊരു പദ്ധതി, നേരത്തെയുള്ളൊരു ഇത് തന്നെയാണ്, ട്രംപ് അക്കൗണ്ട് എന്ന പേരിൽ ഇപ്പോൾ നിലവിൽ കുട്ടികൾക്ക്, ജനിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു അക്കൗണ്ട് തുടങ്ങുകയും എനിക്ക് തോന്നുന്നത് 2025 ജനുവരി 1 മുതൽ 2028 ഡിസംബർ വരെയുള്ള ആളുകൾ, ഡിസംബർ 31 വരെ ജനിക്കുന്ന കുട്ടികൾക്ക് ഒരു നിശ്ചിത തുക, അതായത് $1000 ഗവൺമെൻറ് നിക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പദ്ധതിയെ കുറിച്ചിട്ട് ഇപ്പോൾ ചർച്ചകൾ വളരെ സജീവമായിട്ട് നടക്കുകയാണ്. എന്താണ് ഈ പദ്ധതി? എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സിഹു, ട്രംപ് അവതരിപ്പിച്ച വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ആക്ട് വളരെ ശ്രദ്ധേയമായൊരു ഇതായിരുന്നു. അതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കേട്ടു. അങ്ങനെ ട്രംപ് അത് ഒപ്പിട്ടു, അത് നിയമമായി. അതിൻ്റെ ഭാഗമായിട്ട് അവതരിപ്പിച്ച ഒരു പദ്ധതിയാണ് ഈ ട്രംപ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു പദ്ധതി. ട്രംപ് അക്കൗണ്ട് ഫോർ കിഡ്സ്. അതെ അതെ, അതൊരു സേവിങ്സ് പ്ലാനാണ്, സേവിങ്സ് പദ്ധതിയാണ്. അതായത് കുട്ടികൾക്ക് വേണ്ടിയുള്ള, അതായത് US ജനിക്കുന്ന കുട്ടികൾക്ക്, അതായത് നവജാത ശിശുക്കൾക്ക് ആ സമയം തൊട്ട്, ആ നവജാത ശിശുവായിരിക്കുന്ന സമയം തൊട്ട് 18 വയസ്സ് വരെ, അല്ലെങ്കിൽ അത്രയും പ്രായം വരെ, അത്രയും പർട്ടിക്കുലർ പീരീഡിൽ അത്രയും ദൈർഘ്യമേറിയ ഒരു നിക്ഷേപ പദ്ധതിയാണ് ട്രംപ് അവതരിപ്പിച്ചേക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഫോം, ഇത് അവതരിപ്പിച്ചു എന്നുള്ളൂ, ഇത് ആരംഭിച്ചിട്ടില്ല. അതിൻ്റെ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് ആണ് ഈ അടുത്തിടെ ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ ഫോം, അതായത് മാതാപിതാക്കൾക്ക് ഈ കുട്ടികളെ ഈ പദ്ധതിയിലേക്ക്, ഈ അക്കൗണ്ടിലേക്ക് ചേർക്കാനുള്ളൊരു ഫോം ട്രംപ് പുറത്തിറക്കിയിട്ടുണ്ട്. അതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്. അപ്പോൾ ഈ ട്രംപ് അക്കൗണ്ടിലേക്ക് നമ്മൾ അക്കൗണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, US 2025 ജനുവരി 1 ശേഷം, അതായത് 2025 ജനുവരിയിലെ പ്രത്യേകത എന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായ അധികാരമേറ്റ വർഷമാണ്. അങ്ങനെ ട്രംപിൻ്റെ രണ്ടാം ഊഴം വന്ന സമയമാണ്. അങ്ങനെ ആ 2025 ജനുവരി 1 ജനിച്ച കുട്ടികൾക്ക് ഈ ട്രംപ് അക്കൗണ്ടിൻ്റെ ഭാഗമാകാം. മാതാപിതാക്കൾക്ക് കുട്ടികളെ ട്രംപ് അക്കൗണ്ടിലേക്ക് ചേർക്കാം. അങ്ങനെ ചേർക്കുന്ന കുട്ടിക്ക് $1000, അതായത് അങ്ങനെ ട്രംപ് അക്കൗണ്ടിലേക്ക് യോഗ്യനായി, അതായത് അമേരിക്കയിൽ ജനിച്ച കുട്ടിക്ക് മാത്രമാണ്. അങ്ങനെ പൗരത്വം, അതായത് അമേരിക്കയിൽ ജനിച്ചാൽ ബർത്ത് ബൈ സിറ്റിസൺഷിപ്പ് നമുക്ക് അമേരിക്കയിൽ ബാധകമാണ്. അപ്പം അങ്ങനെ സിറ്റിസൺഷിപ്പ് കിട്ടും. അപ്പോൾ അവന് അമേരിക്കൻ പൗരനായിരിക്കും. അങ്ങനെ അവർക്ക്, മാതാപിതാക്കൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ട്രംപ് അക്കൗണ്ടിലേക്ക് ഈ കുട്ടിയെ ചേർക്കാം. അപ്പം അങ്ങനെ ഇങ്ങനെ ചേർക്കുന്ന ഒരു കുട്ടി $1000 കുട്ടിക്ക് ഈ അക്കൗണ്ടിലേക്ക് US ഫെഡറൽ സർക്കാർ, ട്രംപിൻ്റെ കീഴിലുള്ള സർക്കാർ $1000 ഡിപ്പോസിറ്റ് ചെയ്യും. അത് ഒറ്റത്തവണ ഡിപ്പോസിറ്റാണ്. അതിന് സീഡ് മണി എന്നാണ് പറയുന്നത്. അങ്ങനെ സീഡ് മണി കൊടുക്കും, അങ്ങ് ഒറ്റത്തവണ ഡിപ്പോസിറ്റ് കൊടുക്കും. അതോടൊപ്പം തന്നെ ഇതിങ്ങനെ അവിടെ ഇങ്ങനെ ഈ പണി $1000 അവിടെ കിടക്കും. അങ്ങനെ 18-ാം വയസ്സിൽ അവന് പിൻവലിക്കാനുള്ളൊരു സാഹചര്യമാണ് ഒരുക്കി കൊടുക്കുന്നത്. അങ്ങനെ അതായത് US ജനിക്കുന്ന കുട്ടിയുടെ സാമ്പത്തിക പശ്ചാത്തലം മെച്ചപ്പെടുക, അതായത് എപ്പോഴും സുരക്ഷിതമാകുക എന്ന ഒരു ലക്ഷ്യമാണ് ഈ പദ്ധതിക്ക് പിന്നിൽ. തീർച്ചയായിട്ടും. ഇപ്പോൾ $1000 ആദ്യം ഇടുന്നതോടൊപ്പം തന്നെ $250 ഒരു ബോണസ്, അത് ചെറിയ വരുമാനമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഇടുന്നാണ് പറയുന്നത്. ഡെൽ ഫൗണ്ടേഷനാണ് അത് ഇടുന്നതെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, ഈ രക്ഷിതാക്കൾക്ക് എങ്ങനെയാണ് അതിലേക്ക് നിക്ഷേപം നടത്താൻ പറ്റുക? എത്ര രൂപയാണ് വെച്ചിട്ടാണ് നിക്ഷേപം നടത്താൻ കഴിയുന്നത്? ഞാനിപ്പം ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ സർക്കാർ കൊടുക്കുന്ന $1000 മാത്രമല്ല, അതായത് നമ്മുടെ കുടുംബാംഗങ്ങൾക്കും അതോടൊപ്പം പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്കും അതോടൊപ്പം ഇതിലേക്ക് എംപ്ലോയീസിനും, അതായത് പ്രൈവറ്റ് കമ്പനികൾക്കെല്ലാം ഇതിലേക്ക് നിക്ഷേപം സംഭാവന ചെയ്യാം. അതായത് ഇപ്പം ട്രംപ് ഭരണകൂടം അല്ലെങ്കിൽ US ഫെഡറൽ സർക്കാർ $1000 കൊടുക്കുമ്പോഴത്തേക്കും കുടുംബാംഗങ്ങൾക്ക്, ഈ കുട്ടിയുടെ അച്ഛനോ അമ്മയ്ക്കോ $5000 വരെ ഒരു വർഷം ഇതിലേക്ക് നിക്ഷേപിക്കാം. ഗ്രാൻഡ് പാരൻസിനും $5000 കൊടുക്കും. അതുപോലെ തന്നെ ഫ്രണ്ട്സ്, ഫാമിലി, ഇവർക്ക് എല്ലാവർക്കും $5000. അതിൻ്റെ ഒരു പരിധിയാണ് $5000. മാക്സിമം $5000. അതോടൊപ്പം തന്നെ ഈ സ്വകാര്യ സ്ഥാപനങ്ങളൊക്കെ, ഇപ്പം നമുക്ക് CSR ഫണ്ട് എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ നമ്മുടെ ഇന്ത്യയിലെ കാര്യങ്ങൾ അങ്ങനെയാണ്. അതുപോലെ അവർക്കും താല്പര്യം ഉണ്ടെങ്കിൽ, അവിടുത്തെ കമ്പനികൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർക്കും വൻ തുക അല്ലെങ്കിൽ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇത് എന്ന് പറഞ്ഞാൽ, തൊഴിൽ, ഇപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയിയുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് തൊഴിലുടമയ്ക്ക് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് $2500 അതിൻ്റെ മാക്സിമം ലിമിറ്റ് വരുന്നത്.
ഇത് ഒരു പക്ഷേ ഇപ്പോൾ നമുക്കറിയാം പലതരത്തിൽ ജോലിക്കൊക്കെ ആളുകൾ എടുക്കുന്ന സമയത്ത് ഒരുപാട് ബെനിഫിറ്റുകൾ കമ്പനികൾ ഓഫർ ചെയ്യാനുള്ള ഒരു സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ പുതിയ തൊഴിലാളികൾ എടുക്കുന്ന സമയത്ത് അവരുടെ ഈ പറയുന്ന കമ്പനിയുടെ CTC അല്ലെങ്കിൽ സാലറി കൊടുക്കുന്ന സാലറിക്കൊപ്പം തന്നെ നിങ്ങളുടെ കുട്ടികളുടെ ഈ ട്രംപ് അക്കൗണ്ടിലേക്ക് ഇത്ര ഇത് കൊടുക്കാം എന്നുള്ളൊരു സാധ്യതയും കൂടി അവിടെ നിലനിൽക്കുന്നില്ല. അതെ സൈഫു, അതായത് ഓരോ കമ്പനിയിലെ സ്റ്റാഫിൻ്റെ ഡിപ്പെൻഡൻറ്റിനെ ഈ $2,500 ഈ കമ്പനി മാക്സിമം അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് ഓപ്ഷണൽ ആയിട്ട് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു തൊഴിലാളികളെ സംബന്ധിച്ച് അതും അവർക്കും സന്തോഷമുള്ള കാര്യമാണ്. നല്ല ഒരു ഔട്ട്പുട്ട് വരും. കാരണം അവരുടെ ഫാമിലി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ചൈൽഡിനെ അവരുടെ ജോലി ചെയ്യുന്ന കമ്പനി ആ രീതിയിൽ പരിഗണിക്കുന്നു എന്ന് പറയുന്നത് ഒരു ഓപ്ഷൻ. ഇത് നിർബന്ധമായിട്ട് ചെയ്യണം എന്നില്ല, പക്ഷെ അങ്ങനെ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നുന്നുണ്ട്. അതെ, അങ്ങനെ സർക്കാരിന് നിക്ഷേപം വരുന്നു, കുടുംബത്തിൽ നിന്നുള്ള നിക്ഷേപം വരുന്നു, അതുപോലെ എംപ്ലോയറിൽ നിന്നുള്ള നിക്ഷേപം വരുന്നു, അതോടൊപ്പം മറ്റ് ചാരിറ്റബിൾ ഓർഗനൈസേഷനിൽ നിന്നുള്ള സംഭാവനയൊക്കെ വന്നു. ഇതൊരു വലിയ തുകയാവുകയാണ്. അങ്ങനെ ഈ 18 വർഷത്തെ ഈ കുട്ടി, ഈ US ജനിക്കുന്ന ഒരു കുട്ടി, ഈ 2020 ജനുവരിക്ക് ശേഷം US ജനിക്കുന്ന ഒരു കുട്ടി 18 വയസ്സ് പ്രായമാകുമ്പോഴത്തേക്കും അവനാണ് പിന്നെ ആ സമയത്ത് അവൻ ഇതിനായിട്ട് ബന്ധപ്പെട്ട് അധികാരമൊന്നുമില്ല ഇതിനകത്ത്. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഇതിന്റെ നിയന്ത്രണം മാത്രമേ രക്ഷിതാവിന് കൊടുക്കുന്നു. അതിനുശേഷം 18 വയസ്സ് പബ്ലിക് പ്രോപ്പർട്ടി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അതിനുശേഷം അതിന്റെ നിയന്ത്രണം രക്ഷകർത്താവിനാണ്. അതിനുശേഷം 18 വയസ്സിന് ശേഷം അവന് സ്വന്തമാകണം ആ പൈസ. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ പോകുന്നത്, ഇതിൻ്റെ ഒരു നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിലവിൽ ഇതൊരു അവതരിപ്പിച്ചിട്ടുള്ളൂ. ആദ്യം ട്രംപ് ഈ പദ്ധതി അവതരിപ്പിച്ചു, ഇതിൻ്റെ ഫോം പുറത്തിറക്കി. അതിനുശേഷം 2026 ആദ്യം തന്നെ ഈ പദ്ധതി ആരംഭിക്കാനായിട്ടാണ്, ഇപ്പോൾ ഫോം പുറത്തിറക്കി ഈ പദ്ധതി ആരംഭിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. 2026 ജൂലൈ തൊട്ട് ഇതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങാം. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് പോകുന്നത്. നിലവിൽ ഇതിൻ്റെ വെബ്സൈറ്റൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം ആ വെബ്സൈറ്റിൽ ഇക്കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ട്രംപിൻ്റെ കാര്യങ്ങളും ഇതിനെക്കുറിച്ച് ട്രംപ് പറയുന്ന കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ പദ്ധതി ഒരു തുടക്കം മാത്രമായിട്ടുള്ളൂ, ഇത് ആരംഭിച്ചിട്ടില്ല. 2026 ആദ്യം തന്നെ ഈ പദ്ധതി ആരംഭിക്കും. 2026 ജൂലൈയോടെ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്ത് തുടങ്ങാം. തീർച്ചയായിട്ടും. ഇത് ആരൊക്കെയാണ് ഇതിന് അർഹത നേടുന്നത്? ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സിറ്റിസൺഷിപ്പ് വേണം. സ്വാഭാവികമായിട്ട് US ഈ കാലയളവിൽ ജനിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് സിറ്റിസൺഷിപ്പ് തീർച്ചയായിട്ടും ഉണ്ടാവും. എങ്ങനെയാണ് മറ്റുള്ള ഈ പറയുന്ന ഇതിനുള്ള യോഗ്യത? അതായത് പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് ഉള്ളത്. US ജനിക്കുന്ന ഒരു കുട്ടി അത് ഓൾറെഡി സിറ്റിസൺഷിപ്പ് ബർത്താണ്, അവൻ US പൗരനായി മാറും. രണ്ടാമതായിട്ട് പറയുന്നത് അവന് സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ ഉണ്ടാകണം, അതും ഉണ്ടാകും. മൂന്നാമതായിട്ട് പറയുന്ന കാര്യം നമ്മൾ ആദ്യം പറഞ്ഞ 2025 ജനുവരി 1 ശേഷം, അതായത് ആ ഒരു തീയതി, ലാസ്റ്റ് തീയതി പറയുന്നത് 2028 ഡിസംബർ 31 പറയുന്നത്. അതായത് 2025 ജനുവരി 3 വർഷം ജനിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് പദ്ധതി അങ്ങനെ ആയിരിക്കാം അവതരിപ്പിച്ചേക്കുന്നത്. ഭാവിയിലേക്ക് ഇത് നീട്ടാനുള്ള ഒരു സാധ്യത ഉണ്ടാകാം. അപ്പോൾ 2025 ജനുവരി 1 ശേഷം ജനിച്ച കുട്ടികൾക്കെല്ലാം അടുത്ത വർഷം തൊട്ട് അവിടുത്തെ മാതാപിതാക്കൾ താല്പര്യം ഉണ്ടെങ്കിൽ ഈ പദ്ധതിയിൽ ഭാഗമാകാൻ പറ്റും. തീർച്ചയായിട്ടും. ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നതിന്റെ ഫോമും അതിന്റെ നടപടിക്രമങ്ങളൊക്കെ എന്തൊക്കെയാണ്? അതായത് ഇപ്പം നിലവിലെ പദ്ധതി ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ പദ്ധതി അവതരിപ്പിച്ചിട്ടുള്ളൂ, ഫോം പുറത്തിറക്കി. ആ ഫോമിൻ്റെ പേരാണ് IRS, ഇന്ത്യൻ റവന്യൂ സർവീസസ് ഫോം 4547. ഇതാണ് ഫോമിൻ്റെ പേര്. ഇത് നമുക്ക് ഇതിൻ്റെ പദ്ധതി ആരംഭിച്ചിട്ടില്ല. ഈ പദ്ധതിക്ക് വേണ്ടിയുള്ളൊരു വെബ്സൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. trumpaccounts.gov എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ 2026 ജനുവരിയിൽ തന്നെ ഈ പദ്ധതി ആരംഭിക്കും. ജൂലൈയിൽ തന്നെ ഇതിൻ്റെ കോൺട്രിബ്യൂട്ട് തുടങ്ങാം. അതായത് സർക്കാരിൻ്റെ കോൺട്രിബ്യൂഷൻ വരും, മാതാപിതാക്കളുടെ കോൺട്രിബ്യൂഷൻ വരും, എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ വരാം, അതുപോലെ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ്റെ കോൺട്രിബ്യൂഷൻ വരാം. അങ്ങനെ നമ്മൾ ഈ കുട്ടി ഈ അപേക്ഷയൊക്കെ സമർപ്പിച്ച് യോഗ്യരാണെന്ന് കണ്ടെത്തുകയാണെങ്കിൽ അത് തന്നെ US ട്രഷറിയിൽ നിന്ന് $1000 നമുക്ക് അക്കൗണ്ടിലേക്ക് ഒറ്റത്തവണ നിക്ഷേപം വരും. അതിനുശേഷമാണെങ്കിൽ ഇങ്ങനെ പ്രമുഖരുടെ സംഭാവനകളൊക്കെ വരുന്നത്. ഇപ്പം നമ്മളിപ്പം നേരത്തെ സൈഫ് പറഞ്ഞു, ഡെല്ലിൻ്റെ കാര്യം പറഞ്ഞു. ഡെൽ ടെക്നോളജീസിൻ്റെ സ്ഥാപകനായ മൈക്കൽ ഡെല്ലും ഭാര്യ സൂസന് 25 മില്യൺ ട്രംപ് അക്കൗണ്ടുകൾക്ക് $6.25 ബില്യൺ സംഭാവന നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. $250 വെച്ചിട്ടൊരു അഡീഷണൽ ബോണസ് താഴ്ന്ന വരുമാനമുള്ള ആളുകൾക്ക് സംബന്ധിച്ച്. എന്തായാലും ഇപ്പോൾ നമ്മൾ വരാൻ പോകുന്ന, അല്ലെങ്കിൽ ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ച ഒരു പദ്ധതിയുടെ നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. നിലവിൽ ഫോമും പുറത്തുവിട്ടിരിക്കുകയാണ്. ഉടൻ തന്നെ ഈ പദ്ധതി ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. എന്തായാലും മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.